ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന നല്ലൊരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മുടെ നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ നമുക്ക് കാട്ട്മൺ ഒരു 4 എണ്ണം, സിന്നാമൺ സ്റ്റിക്ക് ഒരു ചെറുത്, പിന്നെ ക്ലൗസ് ഒരു 4 എണ്ണം, പിന്നെ ഫെനൽ സീഡ്സ് 1/2 ടീസ്പൂൺ. ഇത്രയും നമുക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന സവോളയാണ്. ഒരു ചെറിയ സവോള ഒരെണ്ണം, പിന്നെ കാഷ്യൂനട്ട്, പിന്നെ റേസിൻസ് ഇതൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ് ഒരു 4 എണ്ണം. ഇത് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ. അതിന് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഒരു തക്കാളി, ഞാനിവിടെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചത് ഒരു തക്കാളി, പിന്നെ ക്യാരറ്റ് ഒരു 1/2 കപ്പ്, പിന്നെ നമ്മുടെ ബീൻസ് ഒരു 1/2 കപ്പ്. ഇത്രയും വെജിറ്റബിളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് വെന്ത് വരണം. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അര വേവായിട്ടുണ്ട് പച്ചക്കറി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബസുമതി റൈസ് 300 ഗ്രാമാണ്. എന്നാൽ ഒരു ബാവൽ അത്രയുണ്ട്. 300 ഗ്രാം ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് റൈസ് ഒന്ന് ചൂടാകട്ടെ. ഇനി നമുക്കിതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ ഏത് അളവിലാണോ നമ്മൾ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ബൗൽ റൈസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് 2 ബൗൽ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1 കപ്പ് റൈസ് ആണെങ്കിൽ 2 കപ്പ് വെള്ളം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്നും കൂടെ ഒന്ന് നോക്കി നോക്കാം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കറിൽ 2 വിസിലാണ് അടുപ്പിച്ചത്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചതുള്ളൂ. 2 വിസിലടുപ്പിച്ചിട്ട് ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കിയിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. അരിയുടെ വേവിനനുസരിച്ച് നമുക്ക് വിസിൽ അടുപ്പിക്കാവുന്നതാണ്. നമുക്ക് ഇത് തുറന്ന് നോക്കി നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില, പിന്നെ ഒരു ഇച്ചിരി നെയ്യ്, ഒരു 1 ടീസ്പൂൺ നെയ്യ്. ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കണേ. താങ്ക് യു.